ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണല്ലോ. ഇന്ന് നമ്മൾക്ക് യോസേപ്പ് കണ്ട 2 സ്വപ്നത്തെക്കുറിച്ച് പഠിക്കാം. അത് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു വാക്യം പഠിക്കാം. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായത്തിൻ്റെ 11 വാക്യം. അവൻ്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. അപ്പനോ ഈ വാക്ക് മനസ്സിൽ സംഗ്രഹിച്ചു. ഈസി ആയിട്ടുള്ളതാണ്. അസൂയ എന്നുള്ളത് പാപമാണ്. എന്നാൽ യോസേപ്പിൻ്റെ സഹോദരന്മാർക്ക് യോസേപ്പിനോട് അസൂയുണ്ടായി. എന്നാൽ അത് പാപമാണ്. അതുകൊണ്ട് അതിൻ്റെ കോൺസിക്വൻസ് എന്തുണ്ടായി എന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. നമുക്ക് ഈ വാക്യം നിങ്ങളപ്പോൾ പഠിച്ചു കഴിഞ്ഞ് കാണുമല്ലോ. ഉൽപ്പത്തി പുസ്തകം 37ൻ്റെ 11 വാക്യം. അവൻ്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. അപ്പനോ ഈ വാക്ക് മനസ്സിൽ സംഗ്രഹിച്ചു. അബ്രാഹാമിൻ്റെ മകനായ ഇസാക്കിൻ്റെ മകനായ ഇസ്രായേലിന് അല്ലെങ്കിൽ യാക്കോബിന് 12 മക്കളുണ്ടായിരുന്നു. രൂബേൻ, സിമിയോൻ, ലേവി, യഹൂദ, ഇസഹർ, സെബൂലൻ, യോസേഫ്, ബെന്യാമിൻ, ദാൻ, നഫ്താലി, ഗാദ്, ആസേർ. യോസേപ്പ് ഇസ്രായേലിൻ്റെ വാർദ്ധക്യത്തിലുള്ള മകനായതുകൊണ്ട് യാക്കോബ് എല്ലാ മക്കളിലും വെച്ച് യോസേപ്പിനെ അധികം സ്നേഹിച്ചു. അവനൊരു നിലയങ്കിയും ഉണ്ടാക്കി കൊടുത്തു. ഇത് കാരണം മറ്റുള്ള സഹോദരങ്ങൾ യോസേപ്പിനെ വെറുത്തു. അവനോട് സമാധാനമായിരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കെ യോസേപ്പ് ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം എന്തെന്നാൽ, അവൻ വയലിലെ കറ്റ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ യോസേപ്പിൻ്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു. മറ്റുള്ളവരുടെ കറ്റകൾ ചുറ്റും നിന്നു. ഈ കറ്റയെ നമസ്കരിച്ചു. ഇത് യോസേപ്പ് സഹോദരന്മാരോടും അപ്പനോടും പറഞ്ഞു. സഹോദരന്മാർ ഇത് കേട്ടപ്പോൾ അവർ വീണ്ടും അവനെ വെറുത്തു. യോസേപ്പ് വീണ്ടും ഒരു സ്വപ്നം കണ്ടു. അത് സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്നാണ് കണ്ടത്. അപ്പോൾ ഇത് അവൻ തൻ്റെ സഹോദരന്മാരോടും അപ്പനോടും പറഞ്ഞു. അപ്പൻ അവനെ ശാസിച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു, ഞാനും നിൻ്റെ അമ്മയും സഹോദരന്മാരും സാഷ്ടാംഗം വീണ് നിന്നെ നമസ്കരിക്കുമോ എന്ന് ചോദിച്ചു. എന്നാൽ അപ്പൻ ഈ സ്വപ്നം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എന്നാൽ അവൻ്റെ സഹോദരന്മാർക്ക് ഇത് മുഖാന്തരമായിട്ട് അവനോട് അസൂയയുണ്ടായി. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ സ്വപ്നം കണ്ടതാണ്. അപ്പൻ യോസേപ്പിനെ എല്ലാവരേക്കാളും കൂടുതൽ സ്നേഹിച്ചതുകൊണ്ട് അവർക്ക് അവനോട് ദേഷ്യമുണ്ടായി. മാത്രമല്ല, അപ്പോൾ സഹോദരന്മാർ അവനോട് ചോദിക്കുന്നുണ്ട്. അവൻ്റെ സഹോദരന്മാർ അവനോട്, നീ ഞങ്ങളുടെ രാജാവാകുമോ? നീ ഞങ്ങളെ വാഴുമോ എന്ന് പറഞ്ഞു. അവൻ്റെ സ്വപ്നങ്ങൾ നിമിത്തവും അവൻ്റെ വാക്കുകൾ നിമിത്തവും അവനെ പിന്നെയും അധികം ദോഷിച്ചു. അപ്പോൾ ആ സ്വപ്നം എന്താണെന്ന് മനസ്സിലാക്കുന്നതിനും അവൻ സ്വപ്നമാണല്ലോ കണ്ടത്, അതിലെന്തെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിക്കുന്നതിന് പകരമായിട്ട് അവൻ്റെ സഹോദരന്മാർ അവനെ വെറുത്തു. അവനോട് അസൂയ തോന്നി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ അനേക ഗുണപാഠങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. ഒന്നാമതായിട്ട്, പക്ഷപാതം പാപമാണ്. അത് കുടുംബത്തെ നശിപ്പിക്കും. യാക്കോബ് എല്ലാ മക്കളിലും വെച്ച് യോസേപ്പിനെ സ്നേഹിച്ചു. പക്ഷപാതം പാടില്ല. എല്ലാ മക്കളെ ഒരുപോലെ സ്നേഹിക്കണം. പക്ഷപാതം പാപമാണ്. അത് കുടുംബത്തെ നശിപ്പിക്കും. രണ്ടാമത്, അസൂയ പാപമാണ്. അത് നാം നശിപ്പിച്ചില്ലെങ്കിൽ വലിയ പാപം ചെയ്യുവാൻ നമ്മെ പ്രേരിപ്പിക്കും. അതുകൊണ്ട് അസൂയ നമ്മൾ നശിപ്പിക്കണം. മൂന്നാമതായിട്ട്, അപ്പനാണ് യോസേപ്പിന് അങ്കി ഉണ്ടാക്കി കൊടുത്തത്. അത് യോസേപ്പിൻ്റെ തെറ്റല്ല. അതിനുവേണ്ടി യോസേപ്പിനെ വെറുക്കേണ്ട ആവശ്യമില്ല. കാരണം അപ്പനാണ് അവന് അങ്കി ഉണ്ടാക്കി കൊടുത്തത്. എന്നാൽ യോസേപ്പിൻ്റെ കുറ്റം കൊണ്ടല്ല, അത് അപ്പനാണ് അവൻ അങ്ങനെ ഒരു പക്ഷപാതം ഉണ്ടായത്. അതുകൊണ്ട് അത് മനസ്സിലാക്കി സഹോദരന്മാർ യോസേപ്പിനെ വെറുക്കുവാൻ പാടില്ലാത്തതായിരുന്നു. എന്നാൽ വെറുത്തു. നാലാമതായിട്ട്, എപ്പോഴും യോസേപ്പിനോട് കൂടെ ദൈവമുണ്ടായിരുന്നെന്ന് കാണാനായിട്ട് സാധിക്കും. അഞ്ചാമതായിട്ട്, യോസേപ്പിന് ദൈവം സ്വപ്നങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ആ സ്വപ്നങ്ങൾ അതുപോലെ പിന്നീട് സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നീ ഞങ്ങളോട് കൂടെയുണ്ട്. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പാവമില്ലാത്തവരായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ മക്കളോട് പക്ഷപാതമില്ലാത്തവരായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കർത്താവെ,
അസൂയില്ലാത്തവരായിട്ട് ജീവിപ്പാൻ സഹായിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ ബുദ്ധിയും ജ്ഞാനവും കൊടുക്കണമേ. നിൻ്റെ കൃപയിൽ അവരെ കാത്തുകൊള്ളണമേ. പരീക്ഷയിൽ അകപ്പെടാതെ വണ്ണം ഞങ്ങളെ സൂക്ഷിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ബുദ്ധിയും ശക്തിയും കരുതലും തരണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മയും വിനയമായിട്ട് അപേക്ഷിക്കുന്നു. ആമീൻ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കണിൽ കൈ അമർത്തുമ്പോൾ ഓൾ എന്ന പ്രൊവിഷനിലും കൂടെ കൈ അമർത്തിയാൽ ആൻറ്റി എപ്പോഴൊക്കെ വീഡിയോ ഇടുന്നു അപ്പോഴൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.